ഹായ് ഫ്രണ്ട്സ്, ഇത് ഉച്ചാരയുടെ അന്നത്തെ വീഡിയോ ആണ്. നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകിപ്പോയതാണ്. ഉച്ചാരയുടെ അന്ന് നമ്മുടെ കടയുടെ അടുത്തുള്ള മലനട ക്ഷേത്രത്തിലും ഉത്സവമായിരുന്നു. അന്ന് രാവിലെ നമ്മൾ തൊഴാൻ പോയതാണ്. വൈകുന്നേരം ഗംഭീര കെട്ടുകാഴ്ച ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാവേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തൊഴാൻ വന്നത്. ഇവിടുത്തെ ആചാരങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഭാരതത്തിലെ തന്നെ ഏക ശകുനി ദേവക്ഷേത്രമാണ് മലദേവക്ഷേത്രം. ഇവിടുത്തെ ഭഗവാന് പ്രധാനമായി നേർച്ചയായിട്ട് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നത് അടക്കയും വെറ്റയും മദ്യം, കോഴി, ആട് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നേർച്ചയായിട്ട് കൊടുത്ത കോഴികളാണ് ഈ നിൽക്കുന്നതൊക്കെ. ഈ രണ്ട് കോഴികളെ കണ്ടോ? ഇതും പിന്നെ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇതുമൊക്കെ ഇച്ചിരി കുരുത്തം കെട്ട കോഴികളായിരുന്നു. വരുന്നവരെയൊക്കെ കൊത്താൻ ചെല്ലുമായിരുന്നു കേട്ടോ. മഹാകുരുത്തക്കേടായിരുന്നു. ഈ നിൽക്കുന്ന ആടിനെ കണ്ടോ? അതിനെ അവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന പ്രതിഷേധമാണോ, അവന് വയറ് വിശന്നിട്ടാണോ, ഗണപതിക്ക് അടിക്കുന്ന തേങ്ങ മൊത്തവും അവൻ കാന്തി തിന്നുമായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു അവൻ തേങ്ങ കാന്തി തിന്നുന്നത് കാണാനായിട്ട്. മണിയനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ വിളിച്ചവനെ പോടേന്നുള്ള ഭാവത്തിൽ അവൻ അവിടെ നിന്ന് തിന്നുമായിരുന്നേ. ഈ ആടുകളെ അങ്ങനെ നേർച്ച കൊടുത്ത് അവിടെ നിർത്തിയേക്കുന്നതാണ്. അതിനൊക്കെ പഴമൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഈ കലാരൂപം അവിടുത്തെ ഭഗവാൻ ഇഷ്ടപ്പെട്ട കലാരൂപമാണെന്ന് അവിടെ നിന്ന് ഒരു അപ്പൂപ്പൻ എനിക്ക് പറഞ്ഞു തന്നേ. അതിൻ്റെ പേരും എനിക്കറിയത്തില്ലായിരുന്നു. ആ അപ്പൂപ്പൻ തന്നെയാണ് പറഞ്ഞു തന്നത്. ഭരതം തുള്ളൽ എന്നാണ് അതിൻ്റെ പേര്. ഞാനും ഇതാദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കണ്ടപ്പം അത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഒന്ന് എടുത്തതാണ്. ഈ ആളിനെ പറ്റിയിട്ട് നമ്മുടെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ മണിയണ്ണന് സുഖമില്ലാതെ എൻ്റെ കാരണങ്ങൾ ഞാൻ പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു കസിൻ പാരിപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ആളാണിത്. പേര് രാഹി എന്നാണ്. നമ്മൾ തൊഴുതിട്ട് വരാൻ വേണ്ടിയിട്ട് ആളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. യാദൃശ്ചികമായിട്ട് അവിടെ വെച്ച് കണ്ടതാണ്. എന്നാൽ പിന്നെ വീഡിയോ എടുത്തിട്ടേക്കാന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു. സെൽഫി ഇല്ലാതെ നമുക്ക് എന്താഘോഷം? അത് നമ്മൾ എവിടെ ചെന്നാലും എടുക്കുമല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കല്ല കടയിലേക്കാണ് പോയത്. കടയിൽ നിന്ന് പിന്നെ കെട്ടുകാഴ്ചയെല്ലാം കഴിഞ്ഞ് രാത്രിയിലാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു.